ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അത്ഭുത പ്രകാശത്തിലെ വെളിച്ചമായി തീരുക എന്നൊരു വിഷയമാണ് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പിലെ അന്ധകാര രാജ്യ അവകാശികളായി ജീവിച്ചിരുന്നവരെ വിളിച്ച് വേർതിരിച്ച് ദൈവം ആക്കി വച്ചിരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലേക്കാണ്. വിളിക്കപ്പെട്ടവർ കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. അവർ അത്ഭുത പ്രകാശത്തിന്റെ അനുഭവത്തിൽ തന്നെ ജീവിക്കേണ്ടവരാണ്. അർത്ഥാൽ ഒരു പുതിയ നിയമവിശ്വാസി അത്ഭുത പ്രകാശത്തിൽ വെളിച്ചമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരെന്ന ബോധ്യം എപ്പോഴും ഉള്ളവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മെ ദൈവം വിളിച്ചത് അന്ധകാരത്തിൽ നിന്നാണ്. എവിടേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു, അത്ഭുത പ്രകാശത്തിലേക്ക്. വിളിക്കപ്പെട്ടവന്റെ മേലുള്ള ദൗത്യം വെളിച്ചമായിരിക്കുക എന്നുള്ളതാണ്. വെളിച്ചത്തിൽ കഴിയുന്നവന് മാത്രമേ വെളിച്ചമായിരിക്കുവാൻ കഴിയുകയുള്ളൂ. വെളിച്ചത്തിന്റെ ഉത്തരവാദിത്വം ഇരുട്ടിനെ പൂർണ്ണമായി അകറ്റുക എന്നുള്ളതാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ച് അവനെ അനുഗമിക്കുന്നവർ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്നാണ്. വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും അത്ഭുത പ്രകാശം അനുഭവിച്ചറിയുവാനിടയാകണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുവന്റെ ജീവിതത്തിൽ വെളിച്ചമുള്ളവനായി അവൻ കഴിയുമ്പോൾ അവൻ തന്നിൽ പ്രകാശിക്കുന്ന വെളിച്ചത്തെ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. പ്രിയരെ, ഇത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ദൈവവഴിയിൽ നാം കാലിടറാതെ, നമ്മുടെ മനസ്സ് പതറിപ്പോകാതെ മുൻപിലുള്ള ലക്ഷ്യത്തിലേക്ക് നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മിലുള്ള പ്രകാശത്തെ കെടുത്തിക്കളയാൻ നമ്മുടെ പ്രതിയോഗിയായ പിശാച് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൽ നിന്നുള്ള അന്യപ്പെടലും മറുതലിപ്പും പ്രകാശത്തെ കെടുത്തിക്കളയും. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്, ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ എന്നാണ് സങ്കീർത്തനത്തിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വേദഭാഗം. പിശാചിന്റെ ലക്ഷ്യം വിളിക്കപ്പെട്ടവരെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. നാം ഓരോരുത്തരും നീതിസൂര്യനായ യേശുക്രിസ്തുവിൽ നിന്നും ജീവന്റെ വെളിച്ചം സ്വീകരിച്ച് നിറഞ്ഞവരായും ഇരുട്ടിനെയും പൂർണ്ണമായി അകറ്റിക്കളയുന്നവരായി ഈ അത്ഭുത പ്രകാശം അനുഭവിച്ചറിയുന്നവരായി നാം നിൽക്കണം. പ്രിയരെ, നാം ഇരുട്ടിന്റെ ശത്രുക്കളാകണം. ഇരുട്ട് എപ്പോഴും നമ്മെ കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു. ഇരുട്ട് അവിശ്വാസത്തെയും അജ്ഞതയെയും പ്രതിനിധീകരിക്കുന്ന വിഷയമാണ്. യേശുക്രിസ്തുവിനെ പകയ്ക്കുന്നവരുടെ ഉള്ളിൽ നിറയുന്നത് അവിശ്വാസവും യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അജ്ഞാനത്തെയും നിറയ്ക്കുവാൻ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരിൽ എപ്പോഴും ഒരു നിർമ്മല ഹൃദയവും ഏകാഗ്ര ഹൃദയവും എന്നിങ്ങനെയുള്ള രണ്ട് ഹൃദയാവസ്ഥകൾ നിറയേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാകുമ്പോൾ
ആ വിശ്വാസി വെളിച്ചം പോലെ പ്രകാശിക്കും. ക്രിസ്തുവിൽ ഇരുട്ട് ഒട്ടുമില്ലാത്തതുപോലെ അവനിൽ വസിക്കുന്നവനിൽ, അവനിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരിൽ വെളിച്ചമായി അവർ മാറും എന്നാണ് തിരുവചനം നമുക്ക് വാഗ്ദത്തം ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിലായ ഒരു ദൈവ പൈതലിൽ ഇരുട്ടിന്റെ ഒരവകാശവും വ്യാപരിക്കുവാൻ അനുവദിച്ചുകൂടാ. പ്രിയരെ, നമ്മുടെ ശരീരത്തിൽ ഇരുട്ടിന്റെ അവകാശം ഇരിക്കരുത്. അത് അകമയും പുറമേയും ഇരിക്കുവാൻ പാടില്ല. ദൈവഭയം ഇല്ലാത്തവരുടെ പുറമേയും ഉള്ളിലും ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, അവർ അന്ധകാരത്തിൽ കഴിയുമ്പോൾ, ക്രിസ്തുവിലുള്ളവർ അവരുടെ ഉള്ളിൽ പ്രകാശം നിറഞ്ഞിരിക്കുന്നു, അവരുടെ പുറമേയും പ്രകാശം വ്യാപരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ കഴിയും. അർത്ഥാൽ അവർ അത്ഭുത പ്രകാശത്തിലാണ് ജീവിക്കുന്നത് എന്ന് വചനപ്രകാരം നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും. കൂടപ്പുറപ്പുകളെ, നമ്മിൽ വ്യാപരിക്കുന്നത് ഇരുട്ടിന്റെ അവകാശമാണോ വെളിച്ചത്തിന്റെ അവകാശമാണോ? നമ്മിലുള്ള വെളിച്ചം ഇരുട്ടാകാതെ നാം സൂക്ഷിക്കണം. അനേകർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ, അനേകരിലെ ഇരുട്ടിനെ ദൂരീകരിക്കുവാൻ വെളിച്ചമാകുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും അനുദിനം വളരുമാറാക്കട്ടെ. വിളക്കിന്റെ പ്രകാശം അതിനു മുൻപിലുള്ള വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത് പോലെ ക്രിസ്തു എന്ന വെളിച്ചം അവന്റെ മുൻപിലുള്ള നമ്മെ ഓരോരുത്തരെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മയും വെളിച്ചമാക്കി തീർക്കുന്ന അനുഗ്രഹീതമായ ഒരു ജീവിത നിലവാരം കൈവരിക്കുവാൻ കർത്താവ് ഇന്ന് പകലിൽ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾ കേൾക്കപ്പെട്ട, ഞങ്ങൾ ചിന്തിച്ച, ഞങ്ങൾ ധ്യാനിച്ച തിരുവചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത്ഭുത പ്രകാശത്തിന് വെളിച്ചമായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ പാദപീഠെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും പ്രാപിച്ച് ജനം സാക്ഷ്യമുള്ളവരായി, അന്ധകാരത്തെ ദൂരീകരിക്കുന്നവരായി, അനേകർക്ക് വെളിച്ചം പകരുന്നവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, സ്വർഗം വലിയവ ചെയ്യണം. ഞങ്ങളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മഹത്വം അംഗീകരിക്കപ്പെട്ട സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് ഇന്ന് പകലിലും എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗം വരും. അവൻ്റെ വരവിനോട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.